ഗൈസ് വെൽക്കം ബാക്ക് ടു ഷോ IT ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെലിവറി എടുത്ത ചെറുപ്പം ഇവിടെ എടുക്കുന്നുണ്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ നൈസായിട്ട് നോക്കുകയാണെങ്കിൽ വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാന നിൽക്കുന്ന ഒരു ക്യാമറയാണ് ഗൈസ്. വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ നമുക്കിപ്പോൾ കാണാം ബെല്ലടിക്ക് മോഡലാണ്. ഈ ഒരു ചെക്കൻ ഇന്ന് ചെറിയ ഉണ്ട്. പിന്നെ നമ്മളെ ഓണം നബിദിനം എല്ലാവർക്കും നബിദിനം ഓണാശംസകൾ നേരുകയാണ്. ഹാപ്പി ഓണം, ഹാപ്പി നബിദിനം. ഏതായാലും നമുക്ക് ഇനി നമ്മളെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. വണ്ടി എടുത്താണ്ട് നേരെ നമ്മൾ ട്രിപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ B6 ഫുള്ള് സ്റ്റോക്കാണ്. അപ്പോൾ ഒരു രീതിക്ക് ഓടിക്കുമ്പോൾ വേറെ ഫീൽ തന്നെയാണ് കേട്ടോ ഗൈസ്. B6ൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആ ഒരു ഫീൽ എന്താ വേറെ തന്നെയാണ് ഗൈസ്. ഏതായാലും നമ്മൾ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പം ഏതായാലും പോലീസ് ജീപ്പൊക്കെ പോകുന്നത് കാണാം ഗൈസ്, പോലീസ് ജീപ്പ്. അപ്പം നമ്മൾ അവസാനം അവിടെ എത്തിയിട്ട് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ചെറുക്കനെ നേരെ ഇങ്ങോട്ട് കയറ്റാം. അതിൻ്റെ പരിപാടികളാണ് ഇപ്പം നിങ്ങൾ കാണാൻ ജയിച്ച് കയറാൻ പറ്റുന്ന നേരം കണ്ടു ഗൈസ്. എന്തായാലും നമ്മൾ തട്ടാറ് ശ്രദ്ധിച്ചൊക്കെയാണ് വണ്ടി കൊണ്ടുവരേണ്ടത്. നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ എത്തുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഏതായാലും വണ്ടി വരുന്നുണ്ട്. അതെല്ലാവരും ലുക്ക് തന്നെയാണ് ചെറുക്കൻ വരുന്നത് കാണാൻ. അപ്പം നമുക്ക് നേരെ കത്തിക്കാൻ കഴിയും നോക്കാം. കത്തിക്കാം നമ്മൾ. അപ്പോൾ നമുക്ക് നേരെ അവരുടെ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിയാൻ കാണണം. ഇത് റെൻ്റ് ഹൗസാണ് ഒരു ഗൈസ്. റെൻ്റ് ഹൗസിലെ ആൾക്കാരാണ്. ഇവർക്ക് പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഇവർക്ക് വരാതെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അവർക്ക് നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു സാവകാശം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വർക്ക് എടുത്താണ്ട് നല്ല വണ്ടിയിലായിരിക്കും അവരെ ട്രിപ്പ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അവർക്ക് പെട്ടെന്നുള്ള ട്രിപ്പാണ്. കാരണം ഒരുപാട് കാലം വെയിറ്റ് ചെയ്താണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ് ഇപ്പം ട്രിപ്പ് എടുക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരുപാട് ട്രിപ്പുകളുണ്ട് ഗൈസ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുക. ഫുൾ വർക്ക് എടുത്ത് വണ്ടി എത്ര വെയിറ്റ് ചെയ്യാം, പക്ഷെ നല്ല വർക്ക് ഉണ്ടാവണമെന്നാണ് അവർ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഏതായാലും വയ്യ കാണാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ മെയിൻ ലൊക്കേഷൻ പറഞ്ഞാൽ ചെറിയൊരു ബീച്ചാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. ചെറിയ ട്രിപ്പാണ്. അവസാനം ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നല്ല, താനായിട്ടുണ്ട്. ചെറിയ റോഡാണ് ഗൈസ്. ഇതിലെ ബസ്സൊക്കെ പോകാന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ടാണ് പോണത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബസ് പോകണൊക്കെ എന്താണെന്നൊക്കെ പറയുകയാണെങ്കിൽ. ഗൈസ് ചെറിയ റോഡ് കൂടെയാണ് നമ്മളെ ഇത്രയും വലിയൊരു ബസ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നത് ഗൈസ്. അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഒരു ബസ് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഞാനായതുകൊണ്ടാണ് ഗൈസ് പിന്നെ കൊണ്ടുപോകണത്. ഏതായാലും അത്യാവശ്യം നല്ല കഷ്ടപ്പാട് പെട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ മെയിനായിട്ട് തന്നെ കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ പറയുന്നത് ഇവിടെയാണ് കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ റോഡ് ഇപ്പോഴാണ് അത്യാവശ്യം റോഡൊന്ന് വലുതായ ഗൈസ്. എൻ്റെ അടുക്ക് മയം പെയ്ത് ഗൈസ്. അതിൽ നമുക്ക് നേരെ വണ്ടി ഇവിടെ നിർത്താം. അപ്പം ഗൈസ് നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയാണ് വണ്ടി എടുത്ത് പോയി ഗൈസ്. ഇപ്പോൾ ഏതായാലും സൈഡ് അവരെന്നെ സേഫ് പാർക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടി ഫുള്ള് ചളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഇറങ്ങിയേക്കാം. കൂട്ടുക്കത്തെ ചളിയാണ് ഗൈസ്. പിന്നെ വണ്ടി ഫുൾ വർക്കില്ല, നോർമൽ വർക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. നോർമൽ വർക്കും കൊണ്ടാണ് നമ്മൾ ട്രിപ്പൊക്കെ വന്നിട്ടുള്ളത് ഗൈസ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ചെറിയ ചെറിയ വർക്കൊക്കെ ഇതിൽ കയറ്റണം. എന്നിട്ട് അടിപൊളി ട്രിപ്പൊക്കെ കൊണ്ടുപോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ചെക്കന്മാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. നേരത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഓരോരുത്തരായി വണ്ടിയിൽ വന്ന് കയറുകയാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഫുഡ് കഴിക്കുന്ന നേരം കൊണ്ട് പോയി കഴുകാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ആരെ ഫുഡ് കഴിക്കാനും ഹോട്ടലിൽ കയറ്റിയിട്ട് നമുക്ക് നൈസിന് ഈ ഒരു വണ്ടി പോയി കഴുകിയേക്കാം. എല്ലാവരും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. വണ്ടി ടച്ച് ചെയ്യാതാണ് നമ്മൾ ഇറക്കിയ കാരണം വണ്ടി ആകെ പൊടിയാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെ സ്വന്തം ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ പല ഹോട്ടൽസ് ഉണ്ട്. അപ്പം അതിൽ വിട്ടൊരു ചെറിയ ഹോട്ടൽ പള്ളി സെറ്റപ്പ് കാണാൻ നമ്മൾ ഇത്. അപ്പം ഈ ഗരേജ് വരെ നമ്മൾ സെറ്റാക്കിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തൊരു ഗരേജ് ഉറപ്പാണ് ഗൈസ്.
പിന്നെ നമ്മളെ നാട്ടിൽ നമുക്കൊരു ഹോട്ടലുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കിനി നേരെ നമ്മളെ ചെറുക്കനടുത്ത് നേരെ പോയി വാഷൊക്കെ ചെയ്ത് വരാം. നൈസായിട്ട് പോയാണ്ട് നമ്മളെ ചെറുക്കനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമായപ്പോൾ എന്ത് രസമാണ് ഗൈസ് ചെറുക്കനെ കാണാൻ. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായി ബസ് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പോയാണ്ട് ബസ് എടുത്തിട്ട് ഇവിടുന്ന് പോയേക്കാം. ബാക്ക് കണ്ട ഒരു ബീച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ നൈസിന് നമ്മളെ ചെറുക്കനടുത്ത് നമ്മൾ ബീച്ച് കട ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ചെറിയ ഡ്രിഫ്റ്റൊക്കെ അടിച്ച് കളിക്കാം. അപ്പോൾ എൻ്റെ മോനെ എന്താ മോനെ ഡ്രിഫ്റ്റൊക്കെ ചെറുക്കാൻ വേറെ ലെവലാണ്. അപ്പം നൈസിന് വെള്ളത്തൊക്കെ ഒന്ന് ഇറക്കിയൊക്കെ എൻ്റെ മോനെ വെള്ളത്തൊക്കെ പൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. അതേപോലെ നിൽക്കുന്ന അത്ര നല്ലല്ല ഗൈസ്. അപ്പം ഇനി നമുക്ക് നല്ല പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് കാണാം. ഇവരെ ഇറക്കി ഇടാൻ കഴിയുമോ നോക്കാം. എന്നാലും മഴ ചോരുന്ന് നോക്കിയാണ്ട് ഇവരെ ഇറക്കാം. അപ്പോൾ നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മഴ ചോര് നോക്കിയാൽ മിക്കവാറും ഈ വീഡിയോ ലെങ്ത് ആവാൻ മതി. അപ്പോൾ ഏതായാലും ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കാൻ കഴിയുമെന്ന് നോക്കട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീട്ടിലെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. ഒരു അടിപൊളി വീഡിയോ തന്നെ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വൈബ് ട്രിപ്പ് തന്നെ ആയിരുന്നു ഗൈസ്. അപ്പം നല്ല ജോലി തന്നെയായിരുന്നു. എല്ലാവരും നല്ല മൂഡായിട്ട് തന്നെയാണ് ആൾക്കാർ. കസ്റ്റമേഴ്സ് ആയാലും അവർ നല്ല പാസഞ്ചേഴ്സ് ആയാലും അവർ നല്ല മൂഡിൽ തന്നെയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. നമ്മളെ ട്രിപ്പ് പോകാൻ കഴിഞ്ഞ് വേണമെങ്കിൽ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും ഗൈസ്. എന്തോ ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവം ഇല്ലാത്തൊരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ചില വയസ്സന്മാരൊക്കെ ഉണ്ടാവും. ചെക്കന്മാർ പാട്ടിടുമ്പോൾ ഒരു പാട്ടിട്ടോട്ടെ എന്ന് വിചാരിക്കില്ല. അവിടെ കച്ചറ ഉണ്ടാക്കാനൊക്കെ നടക്കുന്ന ചെക്കന്മാരുണ്ടാവും ഗൈസ്. പക്ഷേ ഇതിൽ അവരൊന്നും ഇല്ലായിരുന്നു. നല്ല മൂഡായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അടുത്ത ഇതിന് വലിയ ട്രിപ്പായിരിക്കും. നമ്മളെ ചെറുക്കൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.